എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ മഴക്കാലം വന്നു. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ ഭയങ്കര മഴയാണ്. വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി. അതോടൊപ്പം തന്നെ മുംബൈയിൽ വലിയ വെള്ളപ്പൊക്കമാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം, അതായത് രാജസ്ഥാനിൽ മുഴുവൻ പച്ചപ്പായി തുടങ്ങിയിരിക്കുകയാണ്. എനിക്കിത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു നഴ്സറിയാണ്. ഇത്രയും പച്ചപ്പ്. ഇത് മുഴുവൻ എന്താണെന്നറിയോ കൂട്ടുകാരെ? ഇതെല്ലാം പേരയുടെ തൈയാണ്. അതായത് രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി പേരകൃഷി നടത്തുന്നത് ഞാൻ ഈ താമസിക്കുന്ന സവായ് മാധോപുർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. നിങ്ങളിൽ പലരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ റൺതൺപൂർ നാഷണൽ ടൈഗർ പാർക്ക് കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട്. പലരും വരുമ്പോൾ നിങ്ങളോടുള്ള പ്രത്യേക അറിയിപ്പാണിത്. നിങ്ങളിവിടെ നിന്ന് വന്നിട്ട് നല്ല പേരത്തൈ മേടിച്ചുകൊണ്ട് പോകണം. ഇത് ജസ്റ്റ് 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒക്കെ ഇവിടെ ലഭിക്കും. ഇത് ഭയങ്കരമായ വളവ് തരുന്നതാണ്. അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. ഇത് എല്ലാ തരത്തിലുമുള്ള മാവിൻ്റെയും ഇവിടുത്തുകാർക്ക് കൂടുതൽ ഈ വേപ്പാണ് ഇഷ്ടം കേട്ടോ. ഈ ഒരു സമയം നോക്കി ഇവർ കൃഷി ചെയ്യും. വേപ്പിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചെടികളും മഴക്കാലമായതോടുകൂടി നിങ്ങളെ മറ്റൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഇത് പ്ലാവാണ്. ഇത് കണ്ടോ, പ്ലാവിൻ്റെ തൈ. ഈ നിൽക്കുന്നതെല്ലാം പ്ലാവിൻ്റെ തൈയാണ്. അതായത് നമ്മൾ താമസിക്കുന്ന ഈ ജില്ലയിൽ പ്ലാവുണ്ട്, ചക്കയുണ്ട്, ഇഷ്ടം പോലെ ചക്കയുണ്ട്. അതോടെ തന്നെ എല്ലാം ഇത് സപ്പോർട്ടിക്ക ഇപ്പോഴേ കായ്ച്ചു തുടങ്ങി കേട്ടോ. ഇതിന് ഹിന്ദിയിൽ ചിക്കു എന്നാണ് പറയുന്നത്. ചിക്കു നമ്മുടെ പട്ടിക്കുട്ടിക്കൊക്കെ ഇടുന്ന പേരാണ്. അങ്ങനെ നാരങ്ങായും നാരകവും എല്ലാമായിട്ട് ഇത് നമ്മുടെ നാട്ടിലെ ഏതോ ഒരു നല്ല നഴ്സറി കയറുന്നതിൻ്റെ അതേ പ്രതിനിധിയാണ്. ഇവിടെ ഇത്രയും പേരയ്ക്ക് ഇത്ര കൂടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരകൃഷി ഇവിടെ നടത്തുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലെ റബ്ബറിൻ്റെ കൃഷികളില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ പേരകൃഷി ഇവർ ചെയ്യാറുള്ളത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ശിവശങ്കർ നഴ്സറി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അപ്പം ഈ പുറത്തെല്ലാം ഇത് എവിടാണ് കൂട്ടുകാരെ? രാജസ്ഥാനിലെ ഇത് മുഴുവൻ വിവിധ തരത്തിലുള്ള ചെടികളാണ്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. കാരണം ഇവർക്ക് മഴ കിട്ടുക, മഴക്കാലത്ത് ഇതുപോലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുക, ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരിടത്തല്ല, ഈ ലൈൻ മുഴുവൻ ഞാൻ എല്ലാവരിടത്തും പോയി. എനിക്ക് ഇപ്പോൾ വീഡിയോ പിടിക്കാനുള്ള സമയമില്ല. നിങ്ങൾ വരുമ്പോൾ ഈ രാജസ്ഥാനിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം പേരയുടെ തയ്യ. ഭയങ്കര വിളവ് തരുന്ന, അതായത് 2 പേരയ്ക്ക വെക്കുമ്പോൾ 1 കിലോ വരും. അതുപോലുള്ള നല്ല വെളുത്ത പേരയ്ക്കയാണ്. മറ്റേ നമ്മുടെ നാട്ടിലെ പോലെ പിങ്ക് കളറല്ല, വെള്ള കളറിലുള്ള, പുറം പച്ചയും അകം വെള്ളയുമായിട്ടുള്ള നല്ല മധുരമുള്ളത്. വെള്ളമല്ല, അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ നീരൊന്നും ഉണ്ടാവില്ല. നല്ല മധുരമായിരിക്കും. അതുപോലുള്ള പേരത്തൈ നിങ്ങൾക്ക് കൂടുന്ന മേടിച്ചുകൊണ്ട് പോകാൻ കഴിയും ഇവിടുന്ന്. അത് പ്രത്യേകിച്ച് ഇത് കാണാൻ വരുന്നവർ ഇത് ഓർക്കണം. അങ്ങനെ മഴക്കാലമായതോടുകൂടി രാജസ്ഥാനിൽ എല്ലായിടത്തും അങ്ങോട്ടെല്ലാം നഴ്സറികളാണ്. ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? പേരത്തൈ മാത്രം നോക്കി മേടിച്ചുകൊണ്ട് പോവാണ്. പേരത്തൈ മാത്രം. 1-2 മാവിൻ്റെ തൈയും ഉണ്ട് കേട്ടോ. ഇത് മുഴുവൻ പേരയുടെ തൈയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, ഇത്രയും പേരത്തൈകൾ ഇവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ, ഈ വിൽക്കാൻ വേണ്ടി ഈ നഴ്സറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് എന്തുമാത്രം പേരയുടെ കൃഷി ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പാടങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ഇത്രയും നഴ്സറി, ഇത്രയും പേരത്തൈകൾ ഇവിടെ വിൽക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ജില്ലയിൽ മാത്രം ഏകദേശം 3-4 മാസം കൊണ്ട് 500 കോടിയുടെ പേരയ്ക്കാവിടെ കയറ്റുമതി, പേരയ്ക്കാവിടെ കൃഷി ഈ ജില്ലയിൽ മാത്രം നടക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള മഴക്കാലമായതോടുകൂടി നല്ല ഇനം പേരത്തൈകൾ ഇവർ റെഡിയാക്കി ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മുഴുവൻ പേരത്തയ്യ. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടെ വന്നിട്ട് അത് ഈ സമയമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് സമയമുള്ളപ്പം ഈ മെയിൻ റോഡിൽ തന്നെയാണ് നഴ്സറികൾ. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ സ്ഥലം കാണാൻ വരുമ്പോൾ ഇവിടുത്തെ നഴ്സറി കൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡരികിൽ ഇഷ്ടം പോലെ പേരയുടെ തൈ വെച്ചിരിക്കുന്ന നഴ്സറി ഉണ്ട്. ഇത് വന്ന് കാണുകയും മേടിക്കുകയും ചെയ്യണം. ഇത്രയും പറയുന്നുണ്ട് ഇമാരാരും എനിക്ക് പൈസ ഒന്നും തരുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടുത്തെ പച്ചപ്പൊന്ന് കാണിക്കാമെന്ന് മാത്രമാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്നവർ ഇതൊക്കെ നോക്കിയിട്ട് പോണേ. എല്ലാവർക്കും നന്ദി. രാജസ്ഥാനിൽ മഴയായി, പച്ചപ്പായി, പേരത്തൈകളായി, കൃഷികളായി. രാജസ്ഥാൻ ഇനിയും അങ്ങോട്ട് മുൻപോട്ട് മഴയത്ത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും.